അച്ഛാ, ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങാനോ? എങ്ങോട്ട്? അച്ഛാ, ഞാൻ... മോളെ, നീ എങ്ങോട്ടും പോകുന്നില്ല. പ്രസവം വരെ നീ ഇവിടെ തന്നെ നിൽക്കാൻ പോന്നെ. അമ്മേ, അത് ശരിയാവില്ല. അതെ, ശരിയാവൂ. ഈ സമയത്ത് എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവണം. ഒന്ന് ഉറക്കെ വിളിച്ചാ പോലും ആരും കേൾക്കാനില്ലാത്ത ആ വീട്ടിൽ ഒറ്റയ്ക്ക് ശരിയാവില്ല മോളെ. പ്രസവം കഴിഞ്ഞിട്ട് പോവാന്നല്ലേ പറഞ്ഞിരുന്നത്, പിന്നെ ഇപ്പോഴെന്താ ഒരു മാറ്റം? ഈ സമയത്ത് അമ്മയുടെ പരിചരണം കിട്ടേണ്ടത് ആവശ്യമാണ്. മോളിപ്പോ പോകുന്നില്ല. അച്ഛാ, അതല്ല, അവിടെ ഏട്ടൻ ഒറ്റയ്ക്കാ. അതൊക്കെ വിക്രം അഡ്ജസ്റ്റ് ചെയ്തോളും. അച്ഛൻ വിക്രമിനോട് സംസാരിച്ചോളാം. എന്താ അമ്മയുടെ ഒരു തർക്കം? വർഷം ഇന്ന് തന്നെ മടങ്ങി പോന്നു. അത് കൊള്ളാം, നല്ല കാര്യേ. പക്ഷേ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നതിലല്ല കാര്യം. ഈ സമയത്ത് നല്ല പരിചരണം കിട്ടണം. അച്ഛമ്മകത്ത് നിന്നെ പരിചരിക്കാൻ നിനക്ക് വേണ്ട ഔഷധങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ചേച്ചി, കാര്യങ്ങളൊക്കെ അറിയാലോ. എനിക്ക് പോയേ പറ്റൂ. കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാ മോളെ പറയുന്നത്. ഈ അവസ്ഥയിൽ പോയാൽ ശരിയാവില്ല. അതൊന്നും സാരമില്ല വന്ദനേച്ചി. സാരമുണ്ട്. വിക്രം ഓഫീസിൽ പോയാൽ പിന്നെ അവിടെ ആരും കാണില്ല. ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരാം. തല കറങ്ങി വീണ അവിടെ എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് മോൾ എങ്ങോട്ടും പോകുന്നില്ല. വർഷ പ്രസവം കഴിയുന്നവരെ ഇവിടെ നിൽക്കട്ടെ. വർഷയ്ക്ക് അവിടെ ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. മോനെ, മോൻ ഓഫീസിൽ പോയിരിക്കുമ്പോ വർഷ അവിടെ ഒറ്റയ്ക്കല്ലേ? ആ സമയത്ത് എന്തെങ്കിലും വന്ന് എന്ത് ചെയ്യുന്നല്ലേ? അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട് അച്ഛാ. ഏത് സമയവും ഇവളോടൊപ്പം എന്റെ സെർവൻസ് ഉണ്ടാവും.